ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ ബിനാലെ സ്റ്റേജ് 1-ൽ നിന്ന് ഇറങ്ങി. ഞാൻ കുറച്ച് മീൻ കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് അവിടെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ മീൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി. കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കട കണ്ടത്. ഇദ്ദേഹത്തിൻ്റെ കട കുറച്ച് ഫേമസ് ആണ്. അവിടെയുള്ള ഫുഡിൻ്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടും അതല്ലാതെയും, അതായത് ഈ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ കണ്ടു. അവിടെ നേരത്തെ ആ വാട്ടർ മെട്രോ ഇല്ലാതിരുന്ന സമയത്ത് അവിടെ ഒരു വാളുണ്ടായിരുന്നു, അതായത് മതിൽക്കെട്ട്. ആ മതിൽക്കെട്ടിൽ ഒരു ഫോറിനർ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഉടമയായ വ്യക്തിയുടെ ഫോട്ടോ കാരിക്കേച്ചർ ടൈപ്പ് അവിടെ വരയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ നാട്ടിലത് എക്സിബിറ്റ് ചെയ്യുകയും ചെയ്തു. എക്സിബിഷന് വെച്ചു. അങ്ങനെ ഫേമസ് ആയി ഇദ്ദേഹം. ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉള്ളിവട, സവാള വട, അങ്ങനെ പല നാട്ടിൽ പലത് പറയും. അതും ബീഫ് ആണ് അവിടുത്തെ കോമ്പിനേഷൻ. പിന്നെ ചായ, കോഫി അതൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ മസ്റ്റായിട്ടും ആ ഷോപ്പിൽ കയറണം. ഇനി കുറച്ച് ഫ്രണ്ടിലോട്ട് ആക്കുമ്പോൾ ഇനിയുള്ളതെല്ലാം വള്ളം, വല, മീൻ, തീരത്തിൻ്റെ അടുത്തായിട്ട് വലയിട്ടിട്ട് എവിയിൽ നിന്ന് മീൻ എടുക്കുന്നതൊക്കെ നമുക്ക് ലൈവായിട്ട് അവിടെ കാണാൻ പറ്റും. വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് പിടിക്കുന്ന മീൻ തന്നെ നമുക്ക് അവിടെ ഒരു ബീച്ച് ഹോട്ടലുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തവ ഫ്രൈ ഒക്കെ ആക്കി തരും. പിന്നെ ഇനി അങ്ങോട്ട് ഒത്തിരി ഷോപ്പുകളുണ്ട്. അതായത് സ്ട്രീറ്റ് ഷോപ്പുകളാണ് മൊത്തം ടൂറിസ്റ്റുകളെ ബേസ് ചെയ്തിട്ട് വെച്ചേക്കുന്നത്. ഈ വെച്ചേക്കുന്ന ജ്യൂട്ട്, ഒറിജിനൽ ജ്യൂട്ടല്ല, ജ്യൂട്ട് ടൈപ്പാണ്. അതിന് 150 റുപ്പീസാണ്. പിന്നെ ഇപ്പം കണ്ടില്ലേ, നമ്മുടെ പോർച്ചുഗീസുകാർ നമുക്ക് സംഭാവന ചെയ്ത ചീനവലയാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഇത് കമ്മലിൻ്റെ എന്തോ ഒന്ന് മറിഞ്ഞ കണക്കാണ്. ഒരു അറ്റത്തുനിന്ന് അറ്റം വരെ അവിടെ കമ്മലുകൾ തന്നെയാണ്. പിന്നെ ബാംഗിൾസ്, നമ്മൾ ആ കണ്ട കമ്മലുകൾക്കൊക്കെ 50, ഏതെടുത്താലും 50 റുപ്പീസാണ്. പക്ഷേ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഷോപ്പുകളിലൊക്കെ ചെന്ന് വാങ്ങുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയുടെ പൈസ വാങ്ങാറുണ്ട്. പക്ഷേ ഇത് ഇവർക്ക് ബൾക്കായിട്ട് കിട്ടുന്നത് കൊണ്ടായിരിക്കാം 50 റുപ്പീസുള്ളൂ. പിന്നെ ഇത് കുറേ പെന്നിൻ്റെയും പെൻസിലിൻ്റെയും ഒക്കെ വെറൈറ്റീസാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. 30 റുപ്പീസ്, 30, 25 അങ്ങനെയുണ്ട്. ഇതെനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് തോന്നി. കാരണം നമ്മൾ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഡാൻസൊക്കെ കളിക്കുമ്പോൾ തലയിലെ മുല്ലപ്പൂവിന് പകരം പണ്ട്, ഇപ്പോൾ ഇതാണോ വയ്ക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, വെച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ്, ഒരു ബുഷ് ടൈപ്പ്. പിന്നെ ഇതൊക്കെ ഹെയർ ക്ലിപ്സൊക്കെ 20, 30 അങ്ങനെയൊക്കെ. പിന്നെ ട്രെൻഡിങ് ആയ ചെമ്പകം ക്ലിപ്പിൻ്റെ വലുത്, ചെറുത്, അതിൻ്റെ വലുത്, അങ്ങനെ പല സൈസിൽ അവിടെ അവൈലബിൾ ആണ്. വളരെ റേറ്റ് പൊതുവേ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ് ഷോപ്പുകളെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ കുട്ടി ക്ലിപ്പ് അതൊക്കെയുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. പിന്നെ ഉപ്പിലിട്ടത്, അതൊക്കെ ഒത്തിരി പേര് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒക്കെ എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്കത് കഴിക്കാനും എല്ലാവരുടെയും കൂടെ വരുമ്പോൾ അതൊക്കെ കഴിക്കാൻ തോന്നും. പിന്നെ ഇത് പണ്ട് നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ എനിക്കൊരു ചേട്ടനുണ്ട്, ആളിത് വേണമെന്ന് പറഞ്ഞ് ഒത്തിരി കരഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മ വന്നു അത് കണ്ടിട്ട്. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു ബീഡ്സിൻ്റെത് ഭയങ്കര ട്രെൻഡാണ്. ബീഡ്സ് വെച്ചിട്ടുള്ള പലതരം. ഇതൊന്നും പക്ഷേ ഒറിജിനൽ ബീഡ്സ് അല്ല, അത് വുഡിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. പക്ഷേ ഒരു സിമിലാരിറ്റി, പെട്ടെന്ന് സിമിലറായിട്ട് തോന്നും, നമുക്ക് യൂസ് ചെയ്യാമല്ലോ. പിന്നെ മോതിരം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതും കമ്മലാണ് കേട്ടോ. ഇതും 50 റുപ്പീസാണ്. ഞാൻ ഇവിടെ നിന്നൊരു കമ്മലെടുത്തിട്ടുണ്ട്, അതിപ്പോൾ കാണിക്കും. അതും 50 റുപ്പീസാണ്. റിംഗ് ടൈപ്സ്, ജുംക്കാസൊക്കെ ഒത്തിരി ഉണ്ട്. ജുംക്കയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നാൽ കുറച്ച് അധികം വാങ്ങിക്കൊണ്ട് പോകാം. പിന്നെ കുറേ വാങ്ങുമ്പോൾ അവർ ഡിസ്കൗണ്ടും തരും കേട്ടോ, നല്ലതാണ്. ഇതാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ബ്ലാക്ക് മെറ്റൽ ടൈപ്പ്, അങ്ങനെ ഒത്തിരി ടൈപ്പുണ്ട്. വലിയ ഇയറിങ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയതുകൊണ്ട് സ്റ്റഡ്സും ഉണ്ട് അവിടെ. പിന്നെ ടോയ്സ്, മക്കളെ കൊണ്ട് വരുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം വരാൻ. ടോയ്സിൻ്റെ ഒരു ഗംഭീര ശേഖരം തന്നെ ആ സൈഡിലുണ്ട്. ഇതൊക്കെ എന്താ, ഹൾക്ക്, ലബൂബു അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി കുറച്ച് വലിയ ടൈപ്പ് കീ ചെയിൻസൊക്കെ. പിന്നെ ഇതിങ്ങനെ ഞാൻ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് സ്ട്രീറ്റിൽ വിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാ തരം എന്തൊക്കെ സാധനങ്ങളാണെന്ന് എനിക്കറിയത്തില്ല. ലിപ്സ്റ്റിക് ഉണ്ട്, ബാക്കി എന്തൊക്കെയോ ഉണ്ട് അവിടെ. പിന്നെ ഇത് കുറച്ച് എസ്തെറ്റിക്കും ആൻറ്റിക് ഫിനിഷിലുള്ള കുറച്ച് ബാംഗിൾസ്, ജ്വല്ലറീസ്, ഇയറിങ്സ് ഒക്കെ ആണ് അവിടെ ഉള്ളത്. ഇവിടെ ബാഗുണ്ട്. പിന്നെ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അവിടെ. അതായത് നമ്മൾക്ക് വളരെ കാംഫുൾ, നമ്മുടെ മനസ്സിനും
ചെവികൾക്കും വളരെ കാംഫുള്ളായിട്ട് തോന്നുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. പലരും അതവിടെ വാങ്ങുന്നതായിട്ട് കണ്ടു. പിന്നെ ഉപ്പിലിട്ടത്, പിന്നെ മുറുക്കുണ്ടാക്കുന്ന ഒരു കുട്ടി കുട്ടി മെഷീൻ, അതിനൊക്കെ 200 റുപ്പീസാണ്. പിന്നെ വാച്ചസ് ബ്രാൻഡഡ് അല്ല, ലോക്കൽ ബ്രാൻഡായിരിക്കുമല്ലോ ചിന്തിക്കാം. 200, 150, 350 പല റേഞ്ചിലുള്ളതുകൊണ്ട് ഒത്തിരി പേര് വാങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ബീച്ചിൻ്റെ സൈഡിലെത്തി. ബീച്ച് എന്ന് പറയുന്നത് പലതരം വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്പേസാണത്. അവിടെ നമ്മൾക്ക് സങ്കടം കളയാം, സന്തോഷം പങ്കുവെക്കാം, പലതരത്തിൽ. എന്നെ സംബന്ധിച്ച് നമ്മൾ അവിടെ ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു റിഫ്രഷ്മെൻ്റ് എന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലുതാണ്. നമ്മൾ അവിടെ പോയി ഒന്നും വാങ്ങിയില്ല അല്ലെങ്കിൽ ഒന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ ചെന്ന് പലരും ആ ബീച്ചിൽ കളിക്കുന്നതും ആസ്വദിക്കുന്നതും കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മെൻ്റൽ പീസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കുട്ടികളുണ്ട്. ഞാൻ അങ്ങ് താഴേക്ക് ഇറങ്ങിയില്ലായിരുന്നു, അതായത് ഇറക്കമാണ്. കുട്ടികൾ കളിക്കുന്നുണ്ട്, വലയിടുന്നവർ, കല്ലുമ്മക്കായ ഒത്തിരി അവിടെ വലയിട്ടിട്ട് വലയൊന്നും അല്ലാതെയും പെറുക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ. അവിടെ പെറുക്കി കൊണ്ടുവന്ന് കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം മെൻസിന് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് റിങ്സാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു ജൂട്ട് ടൈപ്പ് ബാഗ്സാണ്. 150, 120ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാർഗെയിൻ ചെയ്താൽ 120 വരെ ആക്കുന്നുണ്ട്. 130, 120 ഒക്കെ. 2 എണ്ണമൊക്കെ അങ്ങനെ 2-3 എണ്ണമൊക്കെ വാങ്ങുന്നവർക്ക് ഒബ്വിയസ്ലി ഡിസ്കൗണ്ട് കൊടുക്കുമല്ലോ. അങ്ങനെ. പിന്നെ ഇത് ബീച്ച് നമ്മൾ കുറച്ച് നേരം ബീച്ചിൻ്റെ ഒരു എന്താ പറയുക, ഒരു ദൃശ്യഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു. അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു സുഖമാണ്, അങ്ങനെ ആ തിരമാലകളിൽ നോക്കി നിൽക്കുമ്പോൾ. അപ്പോൾ സമയം കിട്ടുന്നവർ, ഫോർട്ട് കൊച്ചി ഇഷ്ടപ്പെടുന്നവർ, വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉറപ്പായും ഇവിടെ വരണം. ഇവിടെ വന്ന് ഒരു 10-15 മിനിറ്റോ ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന മെൻ്റലി നിങ്ങൾക്കുണ്ടാവുന്ന ഡിഫറൻസ് അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും വരണം. കുറേ കാര്യങ്ങളിവിടെ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. പല ചിന്തകൾ മാറും. പുതിയ വർഷമായില്ലേ, അപ്പോൾ പുതിയ ചിന്തകളാവട്ടെ, പുതിയ അനുഭവങ്ങളാവട്ടെ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ബീച്ച് കണ്ടു നിന്നു. അവിടെയും ഷോപ്പുകളുണ്ട് കേട്ടോ. കുട്ടികൾ കളിക്കുന്നുണ്ട്, നല്ലതാണ്. അവരെ നോക്കി ഒരു ശ്രദ്ധ തെറ്റാതെ അവരുടെ പേരൻസും അവിടെ കൽക്കെട്ടുകളിലായിട്ട് ഇരിക്കുന്നുണ്ട്. അത് മറ്റൊരു കാഴ്ച. പിന്നെ വരുന്നവർ ഒരു എക്സ്ട്രാ ഡ്രസ്സൊക്കെ കരുതി വേണം വരാൻ. ഇതിലിറങ്ങാൻ ഇവിടെ വരെ വന്നിട്ട് ഇതിലിറങ്ങണമല്ലോ, ഇറങ്ങിയ ഡ്രസ്സെല്ലാം ആകെ മൊത്തം നനയും. അപ്പം എക്സ്ട്രാ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവരെ സ്പെയർ ഡ്രസ്സ് ഉറപ്പായിട്ടും കൊണ്ടുവരണം. ഈ മണൽ ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേനും ഡ്രസ്സിൽ നിറച്ചും മണലായിരിക്കും, അത് തൂത്താൽ പോകത്തില്ല. അപ്പോൾ എക്സ്ട്രാ ഡ്രസ്സ് കരുതി എല്ലാവരും വരിക, ഇത് ആസ്വദിക്കുക. ഇനി വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, സുനാമിയും വന്ന പ്രളയവും ഒന്നും മറന്നിട്ടില്ല, ആരും മറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇടുന്ന വേസ്റ്റുകൾ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുമെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് വരുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അവനവൻ ചെയ്യുന്ന